മുൻ നിലമ്പൂർ എംഎൽഎയും തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ സമാരാധ്യനായ നേതാവുമായ പി അൻവറിനെ കാണാനില്ല എന്ന പരാതി ഉന്നയിച്ചത് ഇന്ന് തിരുവനന്തപുരത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ ചില പ്രവർത്തകരും നേതാക്കളുമൊക്കെയാണ്. അൻവർ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. കൊൽക്കത്തയിൽ പോയി അഭിഷേക് ബാനർജിയിൽ നിന്ന് മെമ്പർഷിപ്പും ഒക്കെ വാങ്ങി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റു. ഇപ്പോൾ നേതാക്കൾ പറയുന്നത് 14 ജില്ലകളിലും ഞങ്ങൾക്ക് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് എന്നൊക്കെയാണ്. നമ്മൾ അധികമാരെയും കണ്ടിട്ടില്ല എന്നത് വാസ്തവം. പിന്നെ ജനാധിപത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഇവർ വേറൊരു സംഘടനയുണ്ടാക്കി UDF-നൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്നൊക്കെയാണ് ഈ ആളുകൾ അവകാശപ്പെടുന്നത്. മാധ്യമങ്ങളോട് പറയുന്നത് അങ്ങനെയാണ്. എത്ര അംഗങ്ങളുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മറ്റന്നാൾ മന്നം ഹാളിൽ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കും, അതിലെ ജനപങ്കാളിത്തം കണ്ടോളൂ എന്നാണ് ആ നേതാവ് പറഞ്ഞത്. നേതാവിന്റെ പേര് വ്യക്തമല്ല. എന്തൊക്കെയായാലും പി അൻവർ മുങ്ങിയിരിക്കുന്നു. പി അൻവർ ഇവരെയൊക്കെ തന്നെ, ഈ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തന്നെ ചതിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഭാഷ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തൊക്കെയായിരുന്നു പി അൻവറിന്റെ കളികൾ? പിണറായിക്കെതിരെ CPM-നെതിരെ കമ്മ്യൂണിസത്തിനെതിരെ ഒക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞു നടന്ന നിലമ്പൂരിൽ വലിയ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചു. ഒരുപാട് ആളുകളൊക്കെ മീറ്റിങ്ങിന് വന്നു. അതിനു മുൻപ് പിണറായി വിജയന്റെ സ്വന്തം ആളായിട്ട് നിന്നുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ അടക്കം കേസിൽ കൊടുക്കാനും അവരെ പെടുത്താനുമൊക്കെ പലരെയും സ്വാധീനിച്ചുകൊണ്ട് MR അജിത് കുമാറിനെ, P ശശി ഒക്കെ തന്നെ സ്വാധീനിച്ചുകൊണ്ട് പല രീതിയിലുള്ള വൃത്തികെട്ട, ചീഞ്ഞു നാറിയ, നെറികെട്ട കളികളും ഇയാൾ കളിച്ചു. മാധ്യമങ്ങളെയൊക്കെ തന്നെ കേസിൽപ്പെടുത്താൻ, ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കാനായിട്ട്, അതുപോലെ തന്നെ PV ശ്രീനിജനെയൊക്കെ തന്നെ കൂട്ടുപിടിച്ച് പലതരത്തിലുള്ള പരിപാടികളും ലീലാവിലാസങ്ങളും ഒക്കെ അരങ്ങേറ്റി. ഇതൊക്കെയായിരുന്നു. പിന്നീട് പിണറായി ആയിട്ട് തെറ്റി, എന്തോ കാര്യം പറഞ്ഞ് തെറ്റി, എന്താണ് എന്ന് ഇന്നും അജ്ഞാതം. പിണറായിക്കെതിരെയായി, പിന്നെ പിണറായിസത്തിന് എതിരെയായി. അങ്ങനെ ഒരിടത്തും കയറാൻ നിവൃത്തിയില്ലാതായപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കണം എന്നൊക്കെ വിചാരിച്ചു. അതിനിടയ്ക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. UDF അകത്ത് കയറ്റിയില്ല. VD സതീശൻ ഒരു കാരണവശാലും പി അൻവറിനെ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ UDF പ്രവേശനം ഇല്ലാതായി. അങ്ങനെ പോയി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. തൃണമൂൽ എന്നുള്ള നിലയ്ക്ക് UDF-ൽ ചേരാനുള്ള ചില ശ്രമങ്ങൾ നടത്തി, അവിടെയും പരാജയപ്പെട്ടു. ഇത്തവണ ബേപ്പൂരിൽ മത്സരിച്ചു, നല്ല വൃത്തിയായി തോറ്റു. ഇപ്പോൾ ആളെ കാണാനില്ല എന്നാണ്. രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഈ മനുഷ്യൻ എങ്ങോട്ട് മുങ്ങി? ഇത്രയും പ്രവർത്തകരെ വഴിയാധാരമാക്കിയിട്ട് എങ്ങോട്ട് മുങ്ങി എന്നുള്ള ചോദ്യമാണ് തൃണമൂലിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ സ്വാധീനമോ സാന്നിധ്യമോ ഒന്നുമില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ജനാധിപത്യ തൃണമൂൽ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇവിടെയും നടക്കുന്നതല്ലാതെ എങ്ങനെ ഈ ദേശീയ പാർട്ടികളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ ചില പാർട്ടികളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടികളൊക്കെ തന്നെ ഇവിടെയുമുണ്ട്. BSP ബഹുജൻ സമാജ് പാർട്ടി ഇവിടെ ഇലക്ഷനൊക്കെ തന്നെ മത്സരിക്കുന്ന പാർട്ടിയാണ്. അതുപോലെ തൃണമൂൽ കോൺഗ്രസ്, ഓൾ ഇന്ത്യ അണ്ണാ DMK, നമ്മുടെ ബിജു രമേശൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ അല്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും PV അൻവർ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് സമ്പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു. ഇവിടെ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും കേസിൽപ്പെടുത്താനും അവരെ അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിച്ച് പിണറായി വിജയന്റെ തണലിൽ ഓടി നടന്നു. അവസാനം പിണറായി തന്നെ പുറംകാലുകൊണ്ട് മടക്കി അടിച്ച് പുറത്താക്കി. പിന്നെ പിണറായിക്കെതിരെയുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളുമായി ഞാനിപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ മുട്ടിച്ചൂടാമനാകും, എനിക്ക് വനം വകുപ്പ് വേണം, എനിക്ക് ആഭ്യന്തര വകുപ്പ് വേണം, UDF ജയിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ UDF ചേരും എന്ന് പറഞ്ഞ് നടന്നു. UDF-ലും എടുത്തില്ല. അങ്ങനെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചു. ഇയാൾക്ക് മറ്റ് സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ തന്നെ ഖനി ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊക്കെ തന്നെ തകർന്ന മട്ടാണെന്നാണ് കേൾക്കുന്നത്. അതുപോലെ ഭരണസ്വാധീനം ഉപയോഗിച്ച് തടയണ കെട്ടിയും മനുഷ്യന്റെ വെള്ളം കുടി മുട്ടിച്ചും ഒക്കെ തന്നെ പല വേലകളും കാണിച്ചു. അങ്ങനെ ജനദ്രോഹപരമായ നിലപാടുകളൊക്കെ തന്നെ കാട്ടിക്കൂട്ടി ജനങ്ങളെയും പറ്റിച്ച്, കൂടുന്നവരെയും പറ്റിച്ച്, സപ്പോർട്ട് ചെയ്ത പിന്തുണച്ചവരെയും ചീത്ത വിളിച്ച്, മാധ്യമങ്ങളെയും അവഹേളിച്ച് അപമാനിച്ച് കേസിൽ കുടുക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു. വിത്തുകാളെ പോലെ നടക്കുകയായിരുന്നു. ഇപ്പോൾ എവിടെ നിൽക്കുന്നു PV അൻവർ എന്നുള്ള ചോദ്യമുണ്ട്. ഈ പാവങ്ങൾ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലേക്ക്, അനൂപ് ജേക്കബിന്റെ ജേക്കബ് ഗ്രൂപ്പിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത്. ആയിരക്കണക്കിന് പ്രവർത്തകർ പോകും എന്ന് പറഞ്ഞു. എത്ര പേർ പോകും എന്നുള്ള കാര്യം നമുക്കറിയില്ല, അവർ പറയുന്നതാണ്. അപ്പം ഈ ജേക്കബ് ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. പുതിയ പാർട്ടിയൊന്നും രൂപീകരിക്കുന്നില്ല. ഇപ്പോഴുള്ള കേരളത്തിന്റെ തൃണമൂൽ കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൽ ലയിക്കുകയല്ല, പ്രവർത്തകർ ഒന്നടങ്കം ജേക്കബ് ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. ജേക്കബ് ഗ്രൂപ്പ് ഭരണരംഗത്തുള്ളതാണ്, അല്ലെങ്കിൽ ഘടകകക്ഷിയാണ്. അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് വിചാരിച്ചായിരിക്കും അവർ ജേക്കബ് ഗ്രൂപ്പിലേക്ക് പോകുന്നത്. അൻവർ ഉണ്ടെങ്കിൽ പോയാലും എന്തെങ്കിലും കിട്ടിയേനെ. എന്തൊക്കെയായാലും PV അൻവർ, പുത്തൻ വീട്ടിൽ അൻവർ എന്ന രാഷ്ട്രീയ നപുംസകത്തിന്റെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, നപുംസകത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചിരിക്കുന്നു. കർമ്മം എന്നൊന്നുണ്ട്. പണ്ടൊക്കെ
പാടത്ത് പണി പറമ്പിലായിരുന്നു കൂലി, ഇപ്പോൾ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നുള്ളതാണ്. പി വി അൻവർ ഒന്നുമല്ലാതായിരിക്കുന്നു, വെറും വട്ടപൂജ്യമായിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കളിയാക്കി ചിരിക്കുന്ന, കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥയിലേക്ക് പി വി അൻവർ എന്ന പുത്തം വീട്ടിൽ അൻവർ എത്തിയിരിക്കുന്നു. വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ്റെ വീട്ടിൽ നെഹ്റുവും താമസിച്ച കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ ഒന്നും കേൾക്കാൻ, ലാളത്തന്നെ കാണാനില്ല. എവിടെ പോയി പി വി അൻവർ? കൂടെയുള്ളവരൊക്കെ വേറെ പാർട്ടിയിൽ ചേരാൻ പോകുന്നു. അതും വലിയ പാർട്ടിയൊന്നുമല്ല, ചെറിയൊരു പാർട്ടി. മനുഷ്യനെ അന്ധമായി അല്ലെങ്കിൽ ഒന്നും നോക്കാതെ അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി ആൾക്കാരെ ഇത്തരത്തിൽ ചതിക്കുകയും വഞ്ചിക്കുകയും അവരെ പറ്റിക്കുകയും അവരെ അപമാനിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും കാലം ഫലം നൽകും എന്ന് പി വി അൻവറിൻ്റെ ഈ കഴിഞ്ഞ 2-3 കൊല്ലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു.